ഹായ് ഓൾ, സോ വെൽക്കം ബാക്ക്. നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരുന്നത്? എങ്ങനെയാണ് ഷെയർസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, ഒരു ഷെയറിൻ്റെ വാല്യുവേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് 5 മെത്തേഡ്സ് നമ്മൾ പഠിച്ചു. 0 ഗ്രോത്ത് ആണ് വരുന്നതെങ്കിൽ ഡിവിഡൻഡ് വെച്ച് D0/R. ഗ്രോത്ത് വരുന്നുണ്ടെങ്കിൽ D0യുടെ കൂടെ ഗ്രോത്ത് ആഡ് ചെയ്യണം, ആറിൻ്റെ കൂടെ ഗ്രോത്ത് മൈനസ് ചെയ്യണം. സോ D1/R-T. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് എന്താ? ഡിവിഡൻഡ് മാത്രമല്ല, ഷെയർസ് സെല്ല് ചെയ്യുമ്പോൾ ഒരു സെല്ലിംഗ് പ്രൈസും കൂടെ കിട്ടുന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. D1ൻ്റെ കൂടെ ആ P1 കൂടി ആഡ് ചെയ്യുക, എന്നിട്ട് ഡിവൈഡഡ്/1+R. നാലാമത് നമ്മൾ പഠിച്ചത് ഈ 6 തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? CAPM വെച്ച് 6 കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് സാധാരണ രീതിയിൽ ചെയ്യുക. അഞ്ചാമത് നമ്മൾ പഠിച്ചു 2 ഗ്രോത്ത് ലെവലാണ് വരുന്നത്. 2 ഗ്രോത്ത്, ആദ്യം ഒരു 20%, പിന്നെ ഒരു 7%. അങ്ങനെയാണെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സോ ഇനി 2 മെത്തേഡും കൂടെ ബാക്കിയുണ്ട്. നെക്സ്റ്റ് മെത്തേഡ് നോക്കാം. 6th മെത്തേഡ്, ഡയറക്റ്റ് പ്രസന്റ് വാല്യൂ ഓഫ് എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോസ്. ഡയറക്റ്റ് പ്രസന്റ് വാല്യൂസ് ഓഫ് എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോസ്. ഇവിടെ കണ്ടോടാ, വലിയ പാറ്റേണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കണ്ടോ, വെൻ ക്യാഷ് ഫ്ലോസ് ആർ ഗീവൺ ഡയറക്ട്ലി ക്യാഷ് ഫ്ലോ ഇങ്ങ് തരിക ചെയ്ത്, അതായത് ഡിവിഡൻറ്റും തന്നിട്ടുണ്ടാവും, സെയിൽ പ്രൈസും തന്നിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക? എല്ലാ ക്യാഷ് ഫ്ലോനെയും എടുക്കുക, ഡിസ്കൗണ്ട് ചെയ്യുക. വളരെ സിമ്പിൾ മെത്തേഡാണ്. ഡിസ്കൗണ്ട് ഈച്ച് ക്യാഷ് ഫ്ലോ സെപ്പറേറ്റ്ലി അറ്റ് റിക്വയർഡ് റിട്ടേൺ. 6 ഏതാണോ ആ 6 വെച്ച് എല്ലാ ക്യാഷ് ഫ്ലോസിനെയും സെപ്പറേറ്റ് ഡിസ്കൗണ്ട് ചെയ്യുക. സോ ഒരു എക്സാമ്പിൾ വരുന്നുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, 2 ഓക്കെ. ഒരു ഫിനാൻഷ്യൽ അനലിസ്റ്റാണ്. ജിം എന്ന് പറയുന്ന കോർപ്പറേഷൻ്റെ കോമൺ സ്റ്റോക്ക് ഡിവിഡൻഡ് പേ ചെയ്യുന്നത് $1 ആണ്. ഫസ്റ്റ് ഇയറിൽ $1 പേ ചെയ്തു. സെക്കൻഡ് ഇയറിൽ 1.10 പേ ചെയ്തു. തേർഡ് ഇയറിൽ 1.21 പേ ചെയ്തു. സോ നമുക്ക് മനസ്സിലാക്കാം 10% ആ ഗ്രോത്ത് വരുന്നത്. ഒന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇനി എന്താ പറയുന്നത്? അനലിസ്റ്റ് അസ്യൂംസ് ക്യാഷ് ഓഫർ വരും. എത്രയ്ക്ക്? 15 റുപ്യക്ക് ഷെയർ വിൽക്കാമെന്ന്. ഇതിൻ്റെ ഇൻട്രൻസിക് വാല്യൂ എത്രയാണ്? 10% ആണ്. 6 എന്നുള്ളത് 10% ആണ്. സോ തേർഡ് ഇയറിൽ എത്ര കൂടെ കിട്ടും? 15 കൂടെ കിട്ടും. ഇതാണ് നമ്മുടെ ക്യാഷ് ഫ്ലോസ്. ഫസ്റ്റ് ഇയറിൽ $1 കിട്ടി, സെക്കൻഡ് ഇയറിൽ 1.1 കിട്ടി, തേർഡ് ഇയറിൽ 1.21 കിട്ടി, പിന്നെ ഒരു 15 സെയിൽസും കൂടെ കിട്ടി. നമുക്ക് എഴുതി നോക്കാടാ. 10% ആണ് റിക്വയർഡ് റേറ്റ്. നമുക്ക് നോക്കാമല്ലോ. ഫസ്റ്റ് ഇയറിൽ 1, സെക്കൻഡ് ഇയറിൽ 1.10, തേർഡ് ഇയറിൽ 1.21 പ്ലസ് 15. സോ ഒന്നോടെ എടുത്ത് എഴുതാം. 1 ഉണ്ട്, 1.1 ഉണ്ട്, 16.21 ഉണ്ട്. 10%ൻ്റെ ഡിസ്കൗണ്ടിങ് ഫാക്ടേഴ്സ് 0.909, 0.826, 0.751. ഇതിനെ അങ്ങ് ഡയറക്റ്റ് ചെയ്താടാ എത്ര കിട്ടും? 1 × 9.9 ചെയ്താൽ 0.909 തന്നെ കിട്ടും. നോക്കിക്കടാ, 1.1 × 0.826 ചെയ്താലോ വീണ്ടും 9.909 തന്നെ കിട്ടും. തേർഡ് ഇയറിൽ നോക്കിക്കേ, 16.21 × 0.751, 12.174 എന്നും കിട്ടും. സോ ഇതെല്ലാം ഒന്ന് ആഡ് ചെയ്തേ. പ്ലസ് 0.909 പ്ലസ് 0.909 എത്രയാടാ? 14 എന്ന് കിട്ടും. 14. സോ ഈ 14 ആണ് നമ്മുടെ മാർക്കറ്റ് വാല്യൂ. ഇവർ ചെയ്തേക്കുന്നത് നോക്കിക്കേ. ₹1 കിട്ടി, 0.9 വെച്ച് ചെയ്തു, 0.91. 1.1 കിട്ടി, 0.826 ചെയ്തു, 0.91. 1.21നെ 751 വെച്ചു, 15നെ വീണ്ടും 751 വെച്ച് ചെയ്തു. നമ്മൾ രണ്ടും ഒരുമിച്ച് ചെയ്തു എന്ന് മാത്രം. സോ എല്ലാം കൂടെ ആഡ് ചെയ്യുക. $14 ആയിരിക്കും നമ്മുടെ മാർക്കറ്റ് വാല്യൂ. ഇങ്ങനെ സെപ്പറേറ്റ് ഓരോന്നായിട്ട് എടുത്ത് ചെയ്യുന്നതിനെയാണ് ഡയറക്റ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് എന്ന് പറയുക. ക്യാഷ് ഫ്ലോ തന്നിട്ടുണ്ടാവും. കണ്ടോ, ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും തേർഡ് ഇയറിലെയൊക്കെ ക്യാഷ് ഫ്ലോ തന്നിട്ടുണ്ടാവും. അതിന് എന്ത് ചെയ്യുന്നു? നമ്മൾ
ഡിസ്കൗണ്ട് ചെയ്ത് പ്രസൻറ്റ് വാല്യൂവിലാക്കുന്നു. പ്രസൻറ്റ് വാല്യൂസിൻ്റെ സം എടുക്കുന്നു. 14 ആയിരിക്കും ആൻസർ. സോ ഇത് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. എന്നാൽ നമുക്ക് അടിപൊളിയായിട്ട് എനർജിയോടുകൂടി തന്നെ ലാസ്റ്റ് മെത്തേഡിലേക്ക് പോവാം. ഇതെന്ന് പറഞ്ഞാൽ കണ്ടോടാ, റിലേറ്റീവ് അല്ലെങ്കിൽ കമ്പയറബിൾ ആയിട്ടുള്ള വാല്യുവേഷൻ മോഡൽസ് എന്ന് പറയുക. ഇതൊന്നുമില്ല, 3 റേഷ്യോസ് വെച്ചാൽ. 3 റേഷ്യോസ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. പി റേഷ്യോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രൈസ് ഏർണിങ്സ് റേഷ്യോ. ഇങ്ങനെ പറഞ്ഞാൽ പ്രൈസ് ബൈ ഏർണിങ്സ് റേഷ്യോ. ഈ പ്രൈസ് എന്നുള്ളത് എന്താടാ? അതാണ് നമുക്ക് വേണ്ട P0 അഥവാ മാർക്കറ്റ് വാല്യൂ. എന്ന് വെച്ചാൽ എന്താടാ? ഏർണിങ്സ് ആയിരിക്കും. സോ അതിന് നമുക്ക് എന്തെന്ന് പറയാം? EPS എന്ന് പറയാം. ഏർണിങ്സ് പെർ ഷെയർ. നമ്മൾ ഒരു ഷെയറിൻ്റെ വാല്യൂ അല്ലേ കണ്ടുപിടിക്കണ്ടേ? സോ ഒരു ഷെയറിൽ നിന്ന് കിട്ടുന്ന ഏർണിങ്സ് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ സിംപ്ലി പി റേഷ്യോ എന്ന് പറഞ്ഞാൽ പ്രൈസ് ബൈ ഏർണിങ്സ് ആണ്. ഒന്നോടെ വൃത്തിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ P0 ഡിവൈഡഡ് ബൈ EPS. സോ നമുക്ക് ഇന്ന് ഒന്നോടെ എടുത്തെഴുതാം. ഇതിനെ ഒന്നോടെ എടുത്തെഴുതുകയാണ്. പി റേഷ്യോ P0 ബൈ EPS. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് P0 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും? ഈ EPS അപ്പുറത്തേക്ക് പോകും. അതായത് പി റേഷ്യോ ഇൻറ്റു EPS ചെയ്താൽ എനിക്ക് പ്രസൻറ്റ് വാല്യൂ കിട്ടി. പി റേഷ്യോ ഇൻറ്റു EPS ചെയ്താൽ എനിക്ക് പ്രസൻറ്റ് വാല്യൂ കിട്ടി. സോ അതാണ് ഇത് പറയുന്നത്. ബേസ്ഡ് ഓൺ മൾട്ടിപ്പിൾസ് ഓഫ് കമ്പയറബിലിറ്റി ഫേംസ്. പി റേഷ്യോ വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നു. കണ്ടോ? പി റേഷ്യോ റിസ്ക് അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള പി റേഷ്യോ ഇൻറ്റു EPS ചെയ്താൽ നമുക്ക് പ്രസൻറ്റ് വാല്യൂ കിട്ടും. സോ ഈ എക്സാമ്പിൾ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. ഒരു NNP എന്ന് പറയുന്ന കമ്പനിയാണ്. അവരുടെ EPS തന്നിട്ടുണ്ട്. EPS ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. $3 ആണ് EPS വരുന്നത്. ആഫ്റ്റർ റിവ്യൂവിങ് ദ PE റേഷ്യോസ് ഓഫ് പബ്ലിക് കമ്പനീസ്, സെയിം ഇൻഡസ്ട്രിയിലെ വെച്ച് തന്നെ നോക്കിയപ്പോൾ ബിറ്റ്വീൻ 10 and 15 ആണെന്ന് മനസ്സിലായി. പി റേഷ്യോ 10നും 15നും ഇടയ്ക്കാണെന്ന് മനസ്സിലായി. സോ P0 എങ്ങനെ കണ്ടുപിടിക്കാം? പി റേഷ്യോ ഇൻറ്റു EPS. സോ ഒന്നില്ലെങ്കിൽ 10 ഇൻറ്റു 3 30 ആയിരിക്കും വരിക, അല്ലെങ്കിൽ 15 ഇൻറ്റു 3 45 ആയിരിക്കും വരിക. നമുക്ക് മനസ്സിലായി? ഇത്രയേ ഉള്ളൂ. ഒന്നല്ലെങ്കിൽ 30 ആവാം, അല്ലെങ്കിൽ 45 ആവാം. അത് കഴിഞ്ഞിട്ട് പറയാണ്, അനലിസ്റ്റ് വീണ്ടും ഇവാലുവേറ്റ് ചെയ്തു. എന്നിട്ട് റിസ്ക് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് 10.7 ആണെന്ന് മനസ്സിലാക്കി. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പി റേഷ്യോ ഇൻറ്റു EPS ആണ് ചെയ്യേണ്ടത്. 10.7 EPS ആക്കി പി റേഷ്യോ ആയിട്ട് എടുക്കുക, 3നെ EPS ആയിട്ട് എടുക്കുക. സോ 10.7 ഇൻറ്റു 3 ചെയ്യുക, 32.1 ആയിരിക്കും നമ്മുടെ മാർക്കറ്റ് വാല്യൂ. കണ്ടോ? 32 അവർ റൗണ്ട് ചെയ്ത് എഴുതിയെന്ന് മാത്രം. സോ ഇങ്ങനെ മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നതിനെയാണ് പി റേഷ്യോ യൂസ് ചെയ്ത് ചെയ്യാന്ന് പറയുക. പി ഡിവൈഡഡ് ബൈ ഇ, അതായത് മാർക്കറ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ EPS ചെയ്യുമ്പോഴാണ് പി റേഷ്യോ കിട്ടുന്നത്. സോ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. P0 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പി റേഷ്യോ ഇൻറ്റു EPS ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഇതുപോലെ തന്നെ ജസ്റ്റ് 2 മെത്തേഡ്സും കൂടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. മാർക്കറ്റ് പ്രൈസ് ബൈ ബുക്ക് വാല്യൂ, അതായത് ഒരു ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ ബുക്കിൽ എത്രയാണോ അതിൻ്റെ വാല്യൂ, അതിനെയാണ് MB റേഷ്യോ എന്ന് പറയുക. മാർക്കറ്റ് ബൈ ബുക്ക് റേഷ്യോ എന്ന് പറയുക. സോ നമുക്കിവിടെ ആവശ്യം എന്താ? ഈ മാർക്കറ്റ് വാല്യൂ അല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? MB റേഷ്യോ ഗീവ്സ് യു P0 ബൈ ബുക്ക് വാല്യൂ. സോ P0 വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? MB റേഷ്യോ ഇതിന് ഇങ്ങോട്ട് കൊണ്ടുപോവുക, ഇൻറ്റു ബുക്ക് വാല്യൂ ചെയ്താൽ മതി. മാർക്കറ്റ് ബുക്ക് റേഷ്യോ ഇൻറ്റു ബുക്ക് വാല്യൂ ചെയ്താൽ മതി. ഈ 7th മെത്തേഡ് ജസ്റ്റ് തിയററ്റിക്കലി മാത്രമേ അറിഞ്ഞിരിക്കേണ്ടുള്ളൂ. അതിൽ പി റേഷ്യോ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്തു. ഇത് നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി. മാർക്കറ്റ് ബൈ ബുക്ക് ഗീവ്സ് യു MB റേഷ്യോ. അപ്പോൾ നമുക്ക് ഈ MB റേഷ്യോ തരും. സോ നമുക്ക് വേണ്ടത് ഈ മാർക്കറ്റാണ്. സോ M = മാർക്കറ്റ് ബുക്ക് റേഷ്യോ ഇൻറ്റു ബുക്ക് വാല്യൂ ചെയ്താൽ മതി. കണ്ടോ? അതാണ് ഈ ഫോർമുല ആയിട്ട് വന്നേക്കുന്നത്. നമ്മുടെ P0 എന്ന് പറയുന്നത് മാർക്കറ്റ് ബുക്ക് റേഷ്യോ, റിസ്ക് അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള മാർക്കറ്റ് ബുക്ക് റേഷ്യോ ഇൻറ്റു ബുക്ക് വാല്യൂ പെർ ഷെയർ.
ബുക്ക് വാല്യൂ പെർ ഷെയർ. അതുപോലെ തന്നെയാണ് നെക്സ്റ്റ് മെത്തേഡും വരുന്നത്. പ്രൈസ് സെയിൽസ് നമ്മുടെ പ്രസൻറ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ സെയിൽസ്. ഇതിനാണ് പ്രൈസ് സെയിൽസ് റേഷ്യോ എന്ന് പറയുക. പ്രൈസ് സെയിൽസ് റേഷ്യോ അത് എത്ര രൂപയുടെ സെയിൽ നടക്കുമ്പോഴാണ് എനിക്ക് ഇത്ര മാർക്കറ്റ് വാല്യൂ വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. സോ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് P0 ആണ്. ഇതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. P0 = പ്രൈസ് സെയിൽസ് റേഷ്യോ ഇൻറ്റു സെയിൽസ്. കണ്ടോ, അത് തന്നെയാണ് വരിക. P0 എന്ന് പറയുന്നത് റിസ്ക് അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള പ്രൈസ് സെയിൽസ് റേഷ്യോ ഇൻറ്റു സെയിൽസ് റവന്യൂ പെർ ഷെയർ. ഈ രീതിയിലും നമുക്ക് P0 എത്താൻ പറ്റും. ഇത് ആരാടാ യൂസ് ചെയ്യുന്നത്? ഡിവിഡൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡിവിഡൻറ്റ് റിട്ടേൺ ഒക്കെ വെച്ച് നമ്മുടെ റിട്ടേൺ ആണ് കമ്പനിയുടെ കോസ്റ്റ് എന്നൊക്കെ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഡിവിഡൻറ്റ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ, അതുപോലെ ഈ പ്രൈവറ്റ് കമ്പനീസിനാണെങ്കിൽ ഈ റേഷ്യോസ് നമുക്ക് യൂസ് ചെയ്യാം. പ്രൈസ് സെയിൽസ് റേഷ്യോ വെച്ച് പ്രൈസിലേക്ക് എത്താം. പ്രൈസാണ് P0. മാർക്കറ്റ് ബുക്ക് റേഷ്യോ വെച്ച് മാർക്കറ്റ് വാല്യൂയിലേക്ക് എത്താം. അതാണ് P0. അല്ലെങ്കിൽ PE റേഷ്യോ വെച്ച് പ്രൈസ് ഏണിങ്സ് റേഷ്യോ വെച്ച് പ്രൈസിലേക്ക് എത്താം. അതാണ് P0. സോ ഈ 3 മെത്തേഡ്സിനെയാണ് റിലേറ്റീവ് അല്ലെങ്കിൽ കമ്പയറബിൾ മെഷേഴ്സ് എന്ന് പറയുക. സോ ഇതോടെ ഈ ഒരു യൂണിറ്റും കംപ്ലീറ്റ് ആവുകയാണ്. വാല്യുവേഷൻ ഓഫ് ഷെയർസ് 7 മെത്തേഡ്സ് പഠിച്ചു. 0 ഗ്രോത്ത് ആണെങ്കിൽ, ഡിവിഡൻറ്റിന് 0 ഗ്രോത്ത് ആണെങ്കിൽ D0/R, ഗ്രോത്ത് വരുന്നുണ്ടെങ്കിൽ D1/R-G. ഇനി അതിൻ്റെ കൂടെ സെല്ലിംഗ് പ്രൈസും കൂടെ വരുന്നുണ്ടെങ്കിൽ D1 പ്ലസ് ഒരു P1 സെല്ലിംഗ് പ്രൈസും കൂടെ വരും /1+R. ഇനി R തന്നിട്ടില്ലെങ്കിൽ CAPM യൂസ് ചെയ്ത് R കണ്ടുപിടിക്കുക. അഞ്ചാമത്തെ മെത്തേഡ് 2 സ്റ്റേജിലാണ് ഗ്രോത്ത് വരുന്നതെങ്കിൽ, അതായത് ആദ്യത്തെ 3 വർഷം ഇത്ര, അത് കഴിഞ്ഞ് ഇത്ര, അങ്ങനെയാണെങ്കിൽ സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. 6ാമത്തെ മെത്തേഡ് ഒരു പാറ്റേണും ഇല്ല, വെറുതെ ക്യാഷ് ഫ്ലോ വരികയാണെങ്കിൽ ഓരോ ക്യാഷ് ഫ്ലോനെയും എടുത്ത് ഡിസ്കൗണ്ട് ചെയ്ത് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് സം എടുക്കുക. ലാസ്റ്റ് റിലേറ്റീവ് മെഷേഴ്സ്, PE റേഷ്യോ, മാർക്കറ്റ് ബുക്ക് വാല്യൂ റേഷ്യോ, അല്ലെങ്കിൽ പ്രൈസ് സെയിൽസ് റേഷ്യോ. ഇതിൽ നിന്ന് റീഅറേഞ്ച് ചെയ്ത് പ്രൈസ് P0 കണ്ടുപിടിക്കുക. സോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കുറച്ച് ലെങ്തി യൂണിറ്റ് ആണ്, ബട്ട് നല്ല രീതിയിൽ ഇരുന്ന് കണ്ട് കോർ കോൺസെപ്റ്റ് മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. സോ ഓക്കെ ഗൈസ്, ഗുഡ് ലക്ക്. ഒരു കാര്യം കൂടെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പക്ക ന്യൂമറിക്കൽസ്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം, കോസ്റ്റ് ഓഫ് പ്രിഫേർഡ് സ്റ്റോക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഇതിൻ്റെ എല്ലാം കോസ്റ്റ് ഓഫ് ഡെപ്റ്റും കൂടെ കൂടി ആവറേജ് ആയിട്ട് വാക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, അതായിരിക്കും ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും പമ്പായി ഹൈ ആയിട്ട് നിന്നോ. നല്ല അടിപൊളി കോൺസെപ്റ്റ്സ് ആണ് ഇനി മുമ്പോട്ട് വരുന്നത്. ഗുഡ് ലക്ക് ഓൾ.